ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ ആരും തന്നെ കമൻ്റ് ഇടുന്നില്ല കേട്ടോ. ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ. എത്രയും ഞാൻ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യോ, ഒരു സബ്സ്ക്രൈബ് ചെയ്യോ, ഒന്നും തന്നെ ചെയ്യാതെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ എന്നെ വിഷമിപ്പിക്കണേ? നിങ്ങൾക്ക് ഒരു കമൻറ്റിൻ്റെ കാര്യമില്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എനിക്കും സന്തോഷമായി, നിങ്ങൾക്കും സന്തോഷമായി. എൻ്റെ എഫേർട്ടിനും ഒരു പ്രതിഫലമുണ്ട്. അപ്പോൾ കമൻ്റ് ഇട്ടോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എന്നാൽ നമുക്ക് പുതിയ പാർട്ടിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 5ാമത്തെ പാർട്ടാണ്. പേടിക്കൊന്നും വേണ്ട സാറ് പാവാ. തന്നെ അപ്പോയിൻമെൻ്റ് അല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ ചില കണ്ടീഷനുകളും മറ്റും പറയാൻ വേണ്ടി വിളിക്കണയാ. താൻ എന്തായാലും ചെല്ല്. അത് പറഞ്ഞ ശ്രുതി അവളുടെ സീറ്റിലേക്ക് ഇരുന്നു. രേവതി പേടിച്ച് സാറിൻ്റെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കം ഇൻ സാർ? ആരോ വിളിച്ചതും ദേവ ഫയലിൽ നിന്ന് മുഖം ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും രേവതിയും ദേവയും ഒരുമിച്ച് ഞെട്ടിയിരുന്നു. സാർ? രേവതി കുറച്ചു നേരമായിട്ടും ദേവ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് രേവതി വിളിച്ചു. ഓ സോറി, ഞാൻ വേറെന്താ ആലോചിച്ചു. വരൂ. ദേവ സീറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും രേവതി നേരെ ചെയറിലേക്ക് ഇരുന്നു. തൻ്റെ നെയിം എന്താണ്? അവൻ ചോദിച്ചു. രേവതി. അവൾ കുറച്ച് വിറയലോടെയാണ് അത് പറഞ്ഞത്. അയ്യോ, താനിങ്ങനെ ടെൻഷനാവാതെ. ന്യൂ അപ്പോയിൻമെൻ്റ് ആയതിനെ ഇവിടുത്തെ റൂൾസിനെ കുറിച്ച് പറയാനും ബോണ്ട് സൈൻ ചെയ്യാനാണ് തന്നെ വിളിപ്പിച്ച്. അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. അത് പറഞ്ഞ് ദേവ ഒരു ഫയൽ എടുത്ത് രേവതിക്ക് നേരെ നീട്ടി. ഇവിടെ 5 കൊല്ലത്തേക്കാണ് ബോണ്ട്, പക്ഷേ താൻ ഫ്രഷ്നറായതിനാൽ 2 വർഷത്തേക്കാണ് ബോണ്ട് ഇട്ടിരിക്കുന്നത്. 2 ഇയർ കഴിഞ്ഞിട്ട് തനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണ്ടും കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യാം. അവനൊരു പേന എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. രേവതി ആ ഫയൽ വാങ്ങിച്ച് എല്ലാം വായിച്ചു നോക്കി. ശേഷം സൈൻ ചെയ്തു. ഓക്കെ, എന്നാൽ താൻ പൊക്കോളൂ. രേവ അത് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. വാതിലിനരികിലെത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. സോറി സാർ, അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സോറിയോ? എന്തിന്? ദേവ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. അത് പിന്നെ ഇന്നലെ അമ്പലത്തിൽ വെച്ച് അറിയാതെ. ഓ അതാണോ? ഇറ്റ്സ് ഓക്കെ, ദേവ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും രേവതി ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. അവൾ ക്യാബിനിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. ദേവയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. അവളെ ഇവിടെ വെച്ച് കാണുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പുതുതായി വന്ന ആളോട് എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറയൂ, ശിവ ഫോണിൽ ആരോടോ പറഞ്ഞു. ശേഷം ഷെൽഫിൽ നിന്ന് 2 ഫയൽ വലിച്ചെടുത്തു. ഒരു ഫയലിൽ നിന്ന് എല്ലാ പേപ്പറും കൂടെ താഴേക്ക് വീണു. നിലത്താകെ പേപ്പറുകൾ കിടക്കുന്നു കണ്ട് അവൻ ദേഷ്യത്തോടെ ഓരോന്നായി എടുക്കാൻ തുടങ്ങി. മേ ഐ കം ഇൻ സാർ? ആരോ പുറത്തുനിന്ന് വിളിച്ചതും അവൻ അകത്തേക്ക് വരാൻ കൈകൊണ്ട് കാണിച്ചു. അകത്തേക്ക് വന്ന പാർവണ നിലത്ത് ചിന്നി ചിതറി കിടക്കുന്ന പേപ്പറുകൾ പെറുക്കിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കണ്ടത്. തിരിഞ്ഞിരിക്കുന്നതിനാൽ അയാളുടെ മുഖം വ്യക്തമായിട്ട് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പ്ലീസ് ഹെൽപ്പ് യുവർ. ശിവ അത് പറഞ്ഞതും പാർവണ വേഗം താഴെ കിടക്കുന്ന പേപ്പറുകൾ എടുക്കാൻ തുടങ്ങി. താങ്ക് ഗോഡ്. അവൻ എല്ലാ പേപ്പറുകളും എടുത്ത് നിലത്ത് നിന്ന് എഴുന്നേറ്റു. പാർവണ കയ്യിലുള്ള പേപ്പറുകൾ കൂട്ടിപ്പിടിച്ച് എഴുന്നേറ്റ് പേപ്പറെല്ലാം കൂടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് നേരെ നീട്ടി. ഇതാ സാർ. പാർവണ പേപ്പർ നൽകിക്കൊണ്ട് അയാളെ നോക്കിയതും അവൾ ഞെട്ടി. ഒപ്പം ശിവയും. ഹു ആർ യു? വാട്ട് ആർ യു ഡു ഹിയർ? ശാന്തമായിരിക്കുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. സാർ, ഞാൻ ന്യൂ സ്റ്റാഫ്. സാർ എന്നെ വിളിപ്പിച്ചിരുന്നു. ഓ ഗോഡ്, അത് നീയായിരുന്നോ? ശിവ പുച്ഛത്തോടെ പറഞ്ഞ് തൻ്റെ സീറ്റിലേക്ക് ഇരുന്നു. വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കും മഹതി. ശിവ പുച്ഛത്തോടെ പറഞ്ഞ സീറ്റിലേക്ക് ചൂണ്ടി. അവന്റെ സംസാരം തീരെ പിടിച്ചില്ല എങ്കിലും പാർവണ സീറ്റിലേക്ക് ഇരുന്നു. ഇതാണ് ബോണ്ട്, വായിച്ചു നോക്കി സൈൻ ചെയ്. അവൻ ഫയൽ കൊടുത്തതും പാർവണ അത് വാങ്ങി വായിച്ചു നോക്കാൻ തുടങ്ങി.
ഈ കാലനാണ് ഈ കമ്പനിയുടെ MD എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടേക്ക് വരില്ലായിരുന്നു, പാർവണ മനസ്സിൽ കരുതി. പാർവണ ബോണ്ട് വായിച്ചു നോക്കിയ ശേഷം അതിൽ സൈൻ ഇടാൻ നിന്നും ശിവ അവളെ തടഞ്ഞു. വെയിറ്റ്, ഐ ഹാവ് വൺ മോർ കണ്ടീഷൻ. ശിവ അത് പറഞ്ഞതും അവൾ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. നീ ഇന്നലെ എന്തോ വെല്ലുവിളിയൊക്കെ നടത്തിയില്ലേ, എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നു മറ്റോ? ആ സോറി ഇപ്പൊ നീ എന്നോട് പറയണം, ശേഷം ഒപ്പിട്ടിട്ട് നിനക്ക് ജോലിയിൽ കയറാം. ശിവ ഇരു കൈകളും കെട്ടിയിരുന്നുകൊണ്ട് പറഞ്ഞു. നോ, എനിക്ക് പറ്റില്ല. ഞാൻ തെറ്റ് ചെയ്യാതെ എന്തിനു തന്നോട് സോറി പറയണം? അവൾ ചോദിച്ചു. തെറ്റും ശരി ഇവിടെ നോക്കണ്ട, നിനക്ക് ജോലി വേണോ എങ്കിലും സോറി പറയണം, അവൻ വാശിയോടെ പറഞ്ഞു. പറ്റില്ല, എനിക്ക് നിങ്ങളുടെ ഔദാര്യത്തിൽ ജോലി വേണ്ട. അത് പറഞ്ഞ കയ്യിലുള്ള ഫയൽ അവന്റെ നേർക്കെറിഞ്ഞുകൊണ്ട് അവൾ ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ശിവ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പാർവണ ദേഷ്യത്തോടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ശിവ ദേഷ്യത്തോടെ ടേബിളിൽ ശക്തിയായി ഇടിച്ചു. ഓഫീസിൽ നിന്നിറങ്ങിയ പാർവണ ഓഫീസിന് പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങിയെങ്കിലും ഇപ്പോൾ അതൊരു മണ്ടത്തരമായ പോലെ അവൾക്കും തോന്നി. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൂടെയുള്ളവർ എന്താണ് കാര്യം എന്ന് ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറയാതെ ദേഷ്യത്തോടെ ഇറങ്ങി വരികയാണ് ചെയ്തത്. ദേവ് ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അവളെങ്ങാനും ബോണ്ട് സൈൻ ചെയ്ത് കാണുമോ എന്റെ മഹാദേവ? ഇപ്പൊ ഓഫീസ് ടൈമാണ്, അതുകൊണ്ട് കോൾ ചെയ്യാനും പറ്റില്ല. എന്റെ ഈ ദേഷ്യം എന്നെ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചോ എന്റെ ഈശ്വര, അവൾ നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഗേറ്റിലേക്ക് നോക്കിയതും ഗേറ്റ് കടന്ന ഒരു കാർ പുറത്തേക്ക് പോകുന്നു കണ്ടു. അവളുടെ മുമ്പിൽ എത്തിയതും കാറിന്റെ ഗ്ലാസ് പതിയെ താഴ്ന്നു. അതിനുള്ളിലുള്ള ആളെ കണ്ടതും പാർവണ അവനെ തന്നെ നോക്കിയിരുന്നു. ശിവ അവളെ നോക്കി ഒരു പുച്ഛച്ചിരി ചിരിച്ച് കാറുമായി മുന്നോട്ടും പോയി. അയാളുടെ ഒരു പുച്ഛം, പൊട്ടിത്തോട്ടി പാർവണ അവനെ ചീത്ത വിളിച്ചു. ബ്രേക്ക് ടൈമിൽ പാർവണയെ ക്യാൻറ്റീനിൽ കാണാത്തതിനാൽ രേവതി അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. ഡി, നീ ഇതെവിടെയാ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യണു. ദേവു, എനിക്കൊരു ചെറിയൊരു തലവേദന, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. തലവേദന? എന്നിട്ട് നീ എന്തെന്നെ വിളിക്കാതിരുന്നേ? നീ എവിടെയാ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. ഏയ് വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓഫീസിൽ നിന്ന് പുറത്തുണ്ട്. തലവേദനയായിട്ട് നീ എന്താ അവിടെ കാണിക്കണേ? അത് ഓഫീസ് കഴിയുന്നവരെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് വിചാരിച്ചു. നീ ഇതെന്തൊക്കെയാ പറയണേ തുമ്പി? വൈകുന്നേരം വരെ ഈ തലവേദന വെച്ച് അവിടെ ഇരിക്കുകയാണ്. ഞാനിപ്പൊ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒപ്പം വീട്ടിലേക്ക് പോവാം. വേണ്ട ദേവു, നീ ലീവ് ഒന്നും എടുക്കണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാ. നീ വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് വന്നാ മതി. നീ ഒറ്റയ്ക്ക് പോവോ തുമ്പി? രേവതി ടെൻഷനോടെ ചോദിച്ചു. കുഴപ്പമില്ലടി, ഞാൻ പൊക്കോളാം. എന്നാ ശരി, നീ പോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കിട്ടാ. ശരി. പിന്നെ ഒരു കാര്യം, നീ ബോണ്ട് സൈൻ ചെയ്താ? പാർവണ ചോദിച്ചു. ആ ചെയ്തു, നീയോ? രേവതി തിരിച്ചു ചോദിച്ചു. എടി, ഒരോട്ട വന്നിട്ടുണ്ട്, ബാക്കി വീട്ടിൽ വന്നിട്ട് പറയാട്ടാ. അത് പറഞ്ഞ പാർവണ വേഗം കോള് കട്ട് ചെയ്തു. ഇപ്പൊ അവളൊന്നും അറിയാതിരിക്കണേ നല്ലത്. അവള് സൈൻ ചെയ്ത സ്ഥിതിക്ക് 2 വർഷം അവള് ഇവിടെ ജോലി ചെയ്തേ പറ്റൂ. ആ കാലമടന്റെ കയ്യും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും തിരിച്ച് ജോലിക്ക് കയറാൻ നോക്കണം. എന്തായാലും വീട്ടിൽ ചെന്ന് നീഷ ചേച്ചി ഒന്ന് വിളിച്ച് നോക്കാം. ചേച്ചിയാണല്ലോ ഈ ജോലി റെഡിയാക്കി തന്നെ. അത് പറഞ്ഞ പാർവണ നേരെ റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഒരു ഓട്ടോ അതുവഴി വന്നിരുന്നു. അവൾ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയി. പാർവണ ഇല്ലാത്ത കാരണം രേവതിക്ക് എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അവൾ എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി നേരെ വാഷ്റൂമിലേക്ക് നടന്നു. കോമൺ റൂമാണ് അത്, അതിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂം. അവൾ ബാത്റൂമിൽ പോയി കൈയും മുഖം എല്ലാം ഒന്ന് കഴുകി. ഇത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അവൾ മൂളിപ്പാട്ട് പാടി ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങിയതും വാഷ്റൂമിൽ നിൽക്കുന്ന ദേവിനെ കണ്ട് സ്വിച്ചിട്ട പോലെ നിന്നു. അയ്യോ, എൻ്റെ പാട്ടെങ്ങനെ സാറ് കേട്ട് കാണുമോ എൻ്റെ കൃഷ്ണ? അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പാട്ട് നന്നായിരുന്നു,
കൈ കഴുകിക്കൊണ്ട് ദേവ പറഞ്ഞതും അവളൊരു വളിച്ച ചിരി ചിരിച്ച് തൻ്റെ ക്യാബിനിലേക്ക് ഓടി. സീറ്റിൽ വന്നിരുന്ന രേവതി തൻ്റെ ഉയർന്ന ഹൃദയവെപ്പ് കുറയ്ക്കാൻ നന്ദി പാടുപെട്ടു. എൻ്റെ കൃഷ്ണ, സാറിനെ കാണുമ്പോൾ എന്തിനാ എൻ്റെ ഹാർട്ട് ഇങ്ങനെ കിടന്ന് ഹൈ സ്പീഡിൽ ഇടിക്കണേ, കയ്യും കാലൊക്കെ വിറയ്ക്കണ പോലെ. അവൾ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് മനസ്സിലാലോചിച്ചു. ഇനി ഇത് വല്ല പ്രേമമായിരിക്കോ? ഏയ് വേണ്ട ദേവു, അവരൊക്കെ വലിയ ആൾക്കാരാണ്. അതിനിപ്പോ എന്താ ദേവു, പ്രണയത്തിന് വലിയവർ ചെറിയ എന്നൊന്നുമില്ല. അവളുടെ ഉപബോധ മനസ്സ് അവളോട് പറഞ്ഞു. ഇനി ചിലപ്പോ ഇത് വെറും അട്രാക്ഷൻ മാത്രമാണെങ്കിലോ? ഇനി ചിലപ്പോ ശരിക്കും പ്രണയാണെങ്കിലോ? അവളുടെ മനസ്സ് വീണ്ടും പറഞ്ഞു. ഇനി എനിക്ക് സാറിനോട് പ്രണയാണെങ്കിൽ? ദേവു, നീ ഇത് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടണേ? അവള് തലക്കിട്ട് ഒന്ന് കൊട്ടിക്കൊണ്ട് ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവളുടെ മുഖഭാവങ്ങളെല്ലാം മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവളും അറിഞ്ഞില്ല. അതെല്ലാം കണ്ട് അവന്റെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പോൾ പുതിയൊരു പാർട്ടായിട്ട് നാളെ കാണാട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.